ശ്രീ എം ജയചന്ദ്രൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇതിപ്പോൾ ദൃശ്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ സമയത്തും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു തരത്തിലും മുൻകൈയെടുക്കുകയോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയോ ചെയ്തിട്ടില്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിന്റെ അവസാനം. അങ്ങൊന്ന് ചുരുക്കിയാൽ നമുക്ക് ബിന്ദുവിലേക്കും കൂടെ പോകാം. പറഞ്ഞ് അവസാനിപ്പിച്ചാൽ. അതെ 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 അല്ല പിന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഈ ഘട്ടം ആദ്യഘട്ടമല്ലേ. പിന്നെ ഇത് ഇത്തരത്തിലുള്ള സംഭവം ഇപ്പോ പ്രശ്നമായി അവരുടെ ഈ വീഡിയോ കിട്ടുന്നതാണല്ലോ പ്രശ്നമാവുന്നത്. നടപടി എടുക്കുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള നടപടിയാണ് നേരത്തെ എടുക്കപ്പെടുന്നതെങ്കിൽ ഇപ്പോ താങ്കൾ ചോദിച്ചത് തന്നെ പിണറായി വിജയന്റെ മൗനമാണല്ലോ. നടപടിയാണ് മറുപടി. നടപടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സസ്പെൻഷൻ നടപടിയാണെന്ന് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ശ്രീ ജയേന്ദ്രൻ? സസ്പെൻഷൻ അല്ല, അങ്ങനെയല്ല നമ്മളത് കാണുന്നതിന്റെ കാഴ്ചപ്പാടിനൊരു പ്രശ്നമേ ഉള്ളൂ. അവിടെ എന്താണെന്നറിയാമോ, ഈ ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറയുമ്പോൾ വലിയ ഒരു ഹർഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പോലീസുകാർക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു CRPCയുടെ സെക്ഷൻ തന്നെയുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 197 197. ഈ 197 പോലീസുകാർക്കെന്നല്ല ഏത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവർക്കെതിരെ FIR ഇടാം, ചാർജ് ഷീറ്റ് കൊടുക്കില്ല. അതാണ് അത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അത് നമ്മളുടെ ചർച്ചയിൽ ഇതുപോലെ ചെറിയ സമയം കുറഞ്ഞിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്. കൂടുതൽ പറയാൻ കഴിയില്ല എന്നുള്ള പരിമിതിയേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് നിന്നുകൊണ്ടല്ല ഇപ്പൊ തീരുമാനം എടുക്കുന്നത്. അതിന്റെ പുറത്ത് സർക്കാരിന്റെ രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ സസ്പെൻഷൻ വരുന്നത്. മറ്റേത് അറിയാമല്ലോ, ഒരു താക്കീത്, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഇതാണ് സാധാരണഗതിയിലുള്ള വകുപ്പ് തല ഈ നടപടികൾ എന്ന് പറയുന്നത്. ഇത് വകുപ്പ് തല നടപടിയല്ല. നേരത്തെ വകുപ്പ് തല നടപടി ആയിരുന്നു. അതാണ് പരിമിതി. ആ വകുപ്പ് തല നടപടിക്ക് പുറത്ത് രാഷ്ട്രീയ തീരുമാനപ്രകാരം ഉണ്ടായ നടപടിയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. അതിന് ഗ്രാവിറ്റി വളരെ കൂടുതലാണ് സ്മൃതി. അതാണ് ചുരുക്കി പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. അല്ല, 108 പേരെ പിരിച്ചുവിടാനുള്ള ഇച്ഛാശക്തി കാണിച്ചു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ 108 ഈ പറയുന്ന രതീഷും പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന മധു ബാബുവും ഒന്നും പെടുന്നില്ല എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.